ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 നാൾ മാത്രം അവശേഷിക്കെ ഛത്തീസ്ഗഡിൽ ഏറ്റുമുട്ടലിൽ 18 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലാണ് സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏപ്രിൽ 19-ന് ബസ്തറിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് ഏറ്റുമുട്ടൽ. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, തെരഞ്ഞെടുപ്പിനെ ആശങ്കയിലാക്കുന്ന വിധത്തിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ? രേണുക, ഛത്തീസ്ഗഡിലെ കങ്കർ ജില്ലയിലെ ബസ്തർ മേഖലയിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഏറ്റുമുട്ടലിലാണ് 18 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. സുരക്ഷാ ജീവനക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 3 സുരക്ഷാ ജീവനക്കാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഏപ്രിൽ 19-നാണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കേണ്ടത്. ഈ ലോക്സഭാ വോട്ടെടുപ്പ് നടക്കാൻ ഇനി ഏതാണ്ട് 3 ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഈ തരത്തിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. അത് അല്പം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ മേഖലയിൽ മാത്രം 60,000-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നിട്ട് പോലും ഇത്തരത്തിൽ ഒരു അറ്റാക്ക് ഉണ്ടായി. അതിൽ ഈ 18 പേരുടെയും മൃതശരീരങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ പേർ ഉണ്ടോ എന്നത് നമുക്ക് പിന്നീട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഓപ്പറേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഈ സ്ഥലത്ത് നിന്ന് 7 AK-47 റൈഫിളുകളും ലൈറ്റ് മെഷീൻ ഗൺസും കണ്ടെടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ഇത്തരത്തിൽ ഒരു IED ബ്ലാസ്റ്റ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ആ IED ബ്ലാസ്റ്റിലും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നിരന്തരമായി ഇത്തരത്തിൽ മാവോയിസ്റ്റ് ആക്രമണങ്ങളും നക്സൽ ആക്രമണങ്ങളും നടക്കുന്ന മേഖലയാണ് ബസ്തർ. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയിലാണ് ഇവിടെ വോട്ടെടുപ്പും മറ്റും നടത്തുന്നത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആശങ്കയിലാക്കുന്ന തരത്തിൽ ഇപ്പോൾ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഛത്തീസ്ഗഡിൽ 18 മാവോയിസ്റ്റുകളും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുകയാണ്. അതിലാണ് ഇപ്പോൾ 18 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ശരി, ചില പ്രതികരണങ്ങൾ കൂടി വരുന്നു, അതിലേക്ക്. सीनियर कैडर्स की उपस्थिति की सूचना पर DRG MBSF का बल रवाना किए गए थे. अभियान के दौरान सर्चिंग के समय माओवादी और सुरक्षा बल के बीच मुठभेड़ हुई. मुठभेड़ के पश्चात इलाके के सर्चिंग के दौरान अब तक 18 माओवादियों का डेड बॉडी रिकवर किए गए थे. काफ़ी बड़ी मात्रा में AK-47, SLR, इंसास एवं अन्य ग्रेडेड वेपन्स 303 जैसा वेपन्स बरामद किए गए थे. अभी भी अभियान जारी है, इसलिए डिटेल जानकारी थोड़ी देर पश्चात विस्तार से दी जाएगी. उस मुठभेड़ में हमारा 3 जवान भी घायल हुआ. उनकी स्थिति अभी सामान्य और खतरा से बाहर है. फिर भी उनके വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഏറ്റുമുട്ടൽ. തെരഞ്ഞെടുപ്പിന് 3 നാൾ മാത്രം അവശേഷിക്കുകയാണ് ഛത്തീസ്ഗഡിൽ. ഏറ്റുമുട്ടലിൽ 18 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. സുവി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.